അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന സംബന്ധമായി ഇവർ ചെയ്യുന്ന ഒരുപാട് അനാവശ്യങ്ങൾ, ഒരുപാട് അനാവശ്യ ചിലവുകൾ, ഇസ്രാഫുകൾ, ഒരുപാട് ഡാൻസുകളും പാട്ടുകളും, സ്ത്രീ പുരുഷനെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും റോട്ടിലിറങ്ങുന്ന അവസ്ഥയും, ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടത്തോടു കൂടിയാണ്, സ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്ന് ഭ്രാന്തന്മാരെ പോലെ. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് എല്ലാ ദിവസവും പറയേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എല്ലാ ദിവസവും എല്ലാ സമയത്തും സ്വലാത്ത് പറയേണ്ടതാണ്. ആ സ്വലാത്തിനെ കച്ചവടം ചെയ്യേണ്ടതല്ല. അതുപോലെ ജന്മദിനത്തിൻ്റെ പേരിൽ അനാവശ്യങ്ങൾ കാണിക്കുന്നതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ മീലാദുൻ നബി എന്ന് പറഞ്ഞ് കുട്ടികളുടെ മത്സരവും അതുപോലെ പാവങ്ങളെ സഹായിക്കലും ഇതെല്ലാം ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ജന്മദിനം സംബന്ധിച്ച് അന്നത്തെ ദിവസം നല്ല കാര്യങ്ങൾ പറയാം, ഉസ്താദന്മാരെ പ്രഭാഷണം കേൾക്കാം, പാവങ്ങൾക്ക് പുസ്തകങ്ങൾ കൊടുക്കാം, ഡ്രസ്സുകൾ കൊടുക്കാം, അവരെ പ്രോത്സാഹിപ്പിക്കാം, അവർക്ക് അറിയുന്നതിന് അവർക്ക് മത്സരമുണ്ടാക്കാം, അവരുടെ ക്ലാസ്സിൽപ്പെട്ട അതല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കൊടുത്തോ ഗാനങ്ങൾ കൊടുത്തോ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കാലക്രമേണ അത് വിപരീത അവസ്ഥയിലേക്ക് എത്തിയത് നിങ്ങൾക്കെല്ലാം അറിയാം. അതുപോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മീലാദുൻ നബി എന്ന് ഇട്ടാൽ മതി, എന്തെല്ലാം ചെയ്യുന്ന അനാവശ്യങ്ങൾ എന്ന്. റോഡ് ബ്ലോക്കാക്കുകയും ഇതര സമുദായക്കാരെ വിളിച്ചു വരുത്തി അവർ ആദരവോടെ കൊണ്ടുവന്നല്ല നിർബന്ധിച്ച് കുടിപ്പിക്കുകയും ഇത്രയായിരിക്കുന്ന പൊട്ടത്തരങ്ങൾ, അനാവശ്യങ്ങൾ, അവിവേകങ്ങൾ കാണിക്കുന്നതിനെ ഈ മുസ്ലിയാക്കന്മാർ പ്രഭാഷണം നടത്തുന്നില്ല. അവർ നമ്മുടെ മക്കൾക്ക് വാത്സല്യത്തോടു കൂടെ ഒരു വർഷമാകുമ്പോൾ, പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമാകുമ്പോൾ എന്തെങ്കിലും വീട്ടിൽ നല്ല പലഹാരമുണ്ടാക്കി ബർത്ത്ഡേയുടെ പേരിൽ നമ്മൾ കഴിച്ചാൽ അത് വല്ലാത്ത ഒരു വേദനയാണ്. കാരണം അന്നത്തെ ദിവസം മൗലിദ് ഉണ്ടാവുകയില്ല. മൗലിദിനെ വിളിച്ച് അവരുടെ കീശയിലേക്ക് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ഇത്ര പ്രഭാഷണങ്ങൾ ഉണ്ടാവുകയില്ല. അതാണ് ഇവിടെ ഒരു മുസ്ലിയാരുടെ പ്രഭാഷണം നിങ്ങൾ കേൾക്കണം. മനസ്സിലാകാത്തവർ, മനസ്സിലാകാത്തവർക്ക് പഠിപ്പിക്കണം. കാരണം ഇദ്ദേഹം മംഗലാപുരം ഭാഷയിൽ പറയുന്നതാണ്, കേൾക്കാൻ നല്ല രസമാണ്. ഇൻഷാ അല്ലാഹ്. ನೀನು ನಿಂಡ ಮಕ್ಕಳಿಗೆ ಹಾಕಿಕೊಂಡ್ರುಳ್ಳೆ ಎಂದೇಂಡ ಚೆಲ್ಲುವಳ ഒരു സായ ബർത്തക്ക് തുടങ്ങട നീന ബർത്ത്ഡേക്കൊക്കെ വേണായിട്ട് കിടാവിടത് ബർത്ത്ഡേ ചെന്നിട്ട് പേരും വെച്ച് ഇന്നെ കേക്കും ഇന്നതെല്ല കട്ടാക്കിയിട്ടും പുഗ്ഗവും പൊട്ടുപാട്ടിട്ട് ഔത്തുള്ള സ്റ്റേജ് എല്ലാം ഉണ്ടാക്കിയിട്ട് അല്ല ഇപ്പം തുടങ്ങിയിട്ട് സ്റ്റേജ് ഉണ്ടാക്കട ഉത്തര റൂമുടെ ഉൾഗത്തിൽ പൂർണ്ണമായിട്ടും ബലൂണെല്ലാം അത് കെട്ടിയിട്ട് അതൊക്കെ നല്ല ചമയിച്ചിരിക്കുക. അതേപോലെ നല്ല രൂപത്തിൽ വേണായ രൂപത്തിൽ ആയിരക്കണക്കിന് രൂപ ചെലവാക്കിത്തതൊക്കെ ಇನ್ನೊಡ್ರೆಲ್ಲ ವಿವಿಧ ರೂಪದಲ್ಲಿ ಡೆಕೋರೇಷನ್ ಐಟಮ್ಸ್ ಗೊಂಬಂದ್ರದೆಲ್ಲ ಸುಂದರವಾಗಿದೆ, ചന്താക്കിട്ട് കേക്കും കൊമ്പത്തിന് ബീച്ച് കട്ടാക്കിയിട്ട് പാട്ടും പാടിയിട്ട് വേണായത് അതേപോലെ ക്യാൻഡിൽ കത്ത് പാടിയിട്ട് ഊദ്രങ്ങവും അതേപോലെ കട്ടാക്കി ഇന്നൊരാളെ ബായിക്ക് ഇങ്ങനെ തല്ലിക്കൊടുക്കുന്നു. ഈ രൂപത്തിൽ നിന്ന് ഇസ്ലാമിക വിരുദ്ധമായ അനാചാരമായിട്ടിക്കട അതേപോലെ നസ്രാണിമാരെയും യഹൂദിമാരെയും സമ്പ്രദായത്തെ നീ നിന്റെ മക്കളിൽ നീ അകവാട്ടി കൊണ്ടുള്ള നിന്റെ മക്കുകതിരെ മുഖാന്തര നീ കൊടുത്തോണ്ടുള്ള മെസ്സേജ് എന്തിര ചെല്ലുന്നതാണ് അല്ലേ? എന്തിനാ നിന്റെ മക്ക പഠിച്ചത്? അത് കണ്ടിട്ട് 2 വർഷാകുമ്പോഴത്തേക്കും ഇന്നും റിപ്പീറ്റ് ആക്കിയതാണ്. ആ സന്ദർഭത്തിൽ നിന്റെ മക്ക എന്തിനാ പഠിച്ചത്?
മൂന്നാമത്തെ വർഷത്തിലും നിന്റെ കിടാവിടെ നീ ബേഡാക്കട സന്ദർഭത്തില് നിന്റെ മക്ക എന്ത്ര മെസ്സേജ് കണ്ടിട്ട് എന്ത്ര നോക്കിത്ത് എന്ത്ര പഠിച്ചിട്ട് നീ ഒന്ന് ചെല്ല്. എന്തെങ്കിലും ഒരു നല്ലതന അതിലുണ്ടടാ, എന്തെങ്കിലും പടച്ചതമ്പുരാന് പൊരുത്തപ്പെട്ടത് അതിലുണ്ടടി, നീ ഒന്ന് ആലോചനാക്ക്. ചെറിയ വയസ്സിലെ യഹൂദരെയും നസ്രാനുടെയും സമ്പ്രദായം നിന്റെ മക്കൾക്ക് നീ പഠിപ്പാട്ടി കൊടുത്ത്. ബഹുമാനമുള്ളവർ, ഇദ്ദേഹം പറയുന്നത് ബർത്ത്ഡേയുടെ പേരിൽ കേക്ക് മുറിക്കുന്നു, കേക്ക് മറ്റുള്ളവരുടെ വായിലേക്ക് കൊടുക്കുന്നു, പുഗ്യകൾ കെട്ടുന്നു, ബലൂണുകൾ കെട്ടുന്നു, അതിനെ പൊട്ടിക്കുന്നു, പടക്കങ്ങൾ പൊട്ടിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇവരെല്ലാം നല്ല ഒരു രീതിയിൽ ജീവിക്കുന്നവരെ പോലെയാണ് ഇവർ പറയുന്നത്. എത്ര അനാവശ്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇതൊരു പിഞ്ചു പൈതലിനൊരു വീട്ടിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യമാണ്. അതിനെ ഇദ്ദേഹം പറയുന്നത് നസാറാക്കളും യഹൂദികളും ചെയ്യുന്നത് പോലെ കുട്ടികളുടെ ബർത്ത്ഡേ കഴിക്കുന്നു എന്ന്. നസാറാക്കളും യഹൂദികളും ചെയ്യുന്നത് പോലെ ചെയ്യുന്നത് ഇവരാണ്. മഖ്ബറയുടെ പേരിൽ നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന, ഇന്നലെ വരെ ജീവിച്ചിരുന്ന ആൾക്കാർ ഔലിയ ആക്കി മഖ്ബറ കെട്ടി, വല്ലാത്ത ബിൽഡിങ് കെട്ടി. ഔലിയ ഇവരുണ്ടാക്കിയ ഔലിയാണ്. ഇന്നലെ വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന, മന്ത്രിച്ച് ഊതിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തികളെ ഇവർ. അതല്ലെങ്കിൽ എവിടെയെങ്കിലും നാക്ക് ചുണ്ട് അനക്കിയാലോ, കുളിക്കാതെ ഒരുപാട് ദിവസങ്ങൾ ബാക്കിയായാലോ, ഡ്രസ്സിട്ട് ഇടാതെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുക നടക്കുന്ന ആളാണെങ്കിലോ അത് ഔലിയ ആയിരിക്കും, ബോധമില്ലാത്ത മജ്ദൂബായിരിക്കും എന്ന് പറഞ്ഞ് അത്തരക്കാരെ ഔലിയ ആക്കി കെട്ടിപ്പൊക്കി അവിടെ ചെയ്യുന്നത് ആരുടെ സമ്പ്രദായമാണ്, ആരുടെ രീതിയാണ്? അതാണ് നസാറാക്കളുടേത് കാണാൻ കഴിയുകയില്ല. യഹൂദികളങ്ങനെ ചെയ്യുന്നെന്ന് പറയുന്നു. അതുപോലെ നമ്മളത് കണ്ടെത്ര ഇത്തര സുന്നികളെന്ന് പറയുന്നവരുണ്ടല്ലോ, ഇവർ ചെയ്യുന്നത്ര നസാറാക്കളത് കാണാനുമില്ല, യഹൂദികളതുമില്ല. അതുപോലെ ഇവർ ചെയ്യുന്നത്ര ആരും ചെയ്യുന്നില്ല എന്നാണ്. കാരണം ഇന്നലെ വരെ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾ, നമ്മൾ കാണാൻ പോയി സംസാരിച്ച് വരുന്ന ആളെ പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് എവിടെ നിന്നോ കൊണ്ടുവന്ന് മഖ്ബറ ഉണ്ടാക്കി, ഔലിയ എന്ന് പറഞ്ഞ് ഇവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് എത്താൻ അവർ അനുവദിക്കുകയില്ല. അത്തരം കാര്യത്തിന് ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണെങ്കിൽ, പ്രഭാഷണം നടത്തുകയാണെങ്കിൽ, അത്തരം രീതികളെ അവർ ഖണ്ഡിക്കുകയാണെങ്കിൽ, അത് വിരോധമാണെന്ന്, ശരിയല്ല എന്ന് പറയുകയാണെങ്കിലാണ് ഇവർക്ക് ഈ ഒരു ബർത്ത്ഡേയുടെ വിഷയത്തിൽ സംസാരിക്കാൻ അർഹതയുള്ളൂ. ബർത്ത്ഡേ കഴിക്കുന്നത്, ബർത്ത്ഡേയുടെ കാര്യത്തിൽ അനാവശ്യങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നതല്ല. ബർത്ത്ഡേയെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എങ്കിലും ഇഷ്ടത്തോടെ നമ്മുടെ പിഞ്ചു പൈതങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വീട്ടിലുണ്ടാക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. അത് ഇദ്ദേഹം പറയുകയാണെങ്കിൽ ചെറിയൊരു കാര്യമാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. ഇത്ര ചെറിയ ഉത്തരവാദിത്വത്തെ ഇത്ര വലുതായി പറയുകയാണെങ്കിൽ വലിയ കാര്യങ്ങളുണ്ട്. അതിനെ പറയാൻ തുടങ്ങണം. ഔലിയാക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യണം. ഇദ്ദേഹമല്ല ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഇവിടെ. ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഔലിയ എന്നാൽ എന്താണ് അതുപോലും പഠിപ്പിക്കണം ഈ മുസ്ലിയാർ. ഔലിയ, അള്ളാഹുവിൻ്റെ ഔലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം. തിരിച്ച് അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെടണം. അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഔലിയ. അതല്ലാത്തവർ ഔലിയ എന്ന് നമുക്ക് പറയാൻ യാതൊരു അവകാശവുമില്ല. പിന്നെ എന്തിന് വേണം മഖ്ബറ കെട്ടിപ്പൊക്കി അവിടത്തേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്? ഇത്തരം കാര്യത്തിന് വേണ്ടി. ഇത്തരം കാര്യങ്ങൾ പാടില്ല എന്ന് നിങ്ങൾ പ്രസംഗിക്കുകയാണെങ്കിലാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് നല്ലപോലെ ബോധത്തോടെ പ്രവർത്തിച്ചോളൂ. എന്തിനാണ് പൊട്ടത്തരം പറഞ്ഞ് ചെറിയ പിഞ്ചു പൈതങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളെ വീട്ടിൻ്റെ അകത്ത് ചെയ്യുന്ന അവരുടെ ഒരു ഇഷ്ടത്തിന്, അവരുടെ ഒരു സ്നേഹത്തിന്, അവരുടെ ഒരു നല്ല ഒരു താല്പര്യമാണത്. വീട്ടിൻ്റെ അകത്ത് ചെറിയ കുഞ്ഞുങ്ങൾക്ക്
ചെയ്യുന്ന ബർത്ത്ഡേയോ അതല്ലെങ്കിൽ ഏതാണെങ്കിലും അഡ്രസ്സ് ഇട്ട് അതിൻ്റെ സന്തോഷം കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമില്ലെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഭാഗ്യമില്ല കാണുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പ്രസംഗിക്കുന്നത്, പ്രഭാഷണം നടത്തുന്നത് നല്ല ബോധത്തോടെ ആയിരിക്കണം. ഏതാണ് ആവശ്യം ഏതാണ് അനാവശ്യമെന്ന് ആദ്യം പഠിച്ചിട്ട് വാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.